നമസ്കാരം. കാരുണ്യ ഗ്രൂപ്പിൻ്റെ വാർത്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീലേഖ. ആദ്യം പ്രധാന വാർത്തകൾ. അവധിക്കാല അധ്യാപക പരിശീലനത്തിന് തുടക്കം. ആടിയും പാടിയും അധ്യാപകർ. നിധി വേട്ടയ്ക്കിറങ്ങി അധ്യാപകർ. നേട്ടം കൊയ്ത് കാരുണ്യ ഗ്രൂപ്പ്. കടി വൈകി പരിശീലനത്തിൽ കല്ലുകടി. വെർച്വൽ ക്ലാസ് റൂം ഇരട്ടി സ്മാർട്ടായി അധ്യാപകർ. ദാർശനിക തത്വങ്ങൾ പ്രകടിത രൂപങ്ങളാക്കി അധ്യാപകർ. വാർത്തകൾ വിശദമായി. 5 ദിവസത്തെ അധ്യാപക പരിശീലനത്തിന് കോട്ടൺ ഹിൽ സ്കൂളിൽ തുടക്കമായി. ഞങ്ങളുടെ പ്രതിനിധി സുഗന്ധി ടീച്ചർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാളം അധ്യാപക പരിശീലന ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. 38 അധ്യാപകർ ഈ പരിശീലനത്തിൽ പങ്കെടുക്കും. പുത്തൻ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ പുതിയ പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം നൽകുന്ന പരിശീലനമാണ് ഇക്കുറി നടപ്പിലാക്കുന്നത്. ഈ വർഷം നമ്മുടെ UP ക്ലാസ്സുകളിൽ 5-7 ക്ലാസ്സുകളിലേക്ക് പുതിയ പാഠപുസ്തകം എത്തുകയാണ്. പാഠപുസ്തകത്തെ പരിചയപ്പെടാനായി KCFൻ്റെ ദാർശനിക അടിത്തറ, പാഠപുസ്തകം പരിചയപ്പെടൽ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഭരണഘടന അനുശാസിക്കുന്ന മൂല്യബോധം, ജനാധിപത്യം, പരിസ്ഥിതി വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലേക്ക് ഒരു എത്തിനോട്ടം, ഇതൊക്കെയാണ് നമ്മുടെ ഈ 5 ദിവസത്തെ പരിശീലന പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അധ്യാപക സംഗമം തിരുവനന്തപുരം സൗത്ത് AEO ശ്രീ രാജേഷ് ബാബു സാർ ഉദ്ഘാടനം ചെയ്തു. 6 ഗ്രൂപ്പുകളായാണ് പരിശീലനം. താളത്തിനൊപ്പം ആടിയും പാടിയും ആദ്യ ദിനം അധ്യാപകർക്ക് കെങ്കേമമായി. നിധി തേടിയുള്ള അധ്യാപകരുടെ യാത്ര വിസ്മയമായി. വർണ്ണക്കടലാസിൽ ഒളിപ്പിച്ച നിധി കണ്ടെത്താനാണ് ഗ്രൂപ്പ് ലീഡർമാരുടെ ഈ യാത്ര. പാഠ്യപദ്ധതി പരിഷ്കരണ ചട്ടക്കൂട്ടിൻ്റെ പുറം ചട്ടയായിരുന്നു നിധിയായി ഒളിപ്പിച്ചു വച്ചിരുന്നത്. എന്നാൽ അധികം പ്രയാസമില്ലാതെ കാരുണ്യ ഗ്രൂപ്പിൻ്റെ ലീഡർ ശ്രീജ ടീച്ചർ സെക്യൂരിറ്റി റൂമിൽ നിന്ന് നിധി കണ്ടെത്തുകയായിരുന്നു. ഏകദേശം ഒരു ധാരണ വന്നു. അതിൽ നിന്നും നിധി കണ്ടുപിടിക്കാൻ പറ്റി. ഷൈനിങ് പേപ്പർ കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ണിലുടക്കി. ഇടഭക്ഷണം കുറച്ച് വൈകിയതിൻ്റെ കലിപ്പ് വാർത്തയാണ് അടുത്തത്. രാവിലെ 11 മണിക്ക് പ്രതീക്ഷിച്ച ചായയും കടിയും പരിശീലന കേന്ദ്രത്തിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് 12 മണി. തിക്കി തിരക്കിനിടയിൽ ഇവ പലർക്കും കിട്ടിയപ്പോൾ വീണ്ടും സമയം കടന്നു. 12:30 ആയി. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കാം ചായ വൈകിയാണ് കിട്ടിയത്. ഇനി AI കാലം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം നൂതന സാങ്കേതിക വിദ്യയുടെ സഹായം പാഠ്യപദ്ധതിയിൽ ഇടം പിടിച്ചു. ഇതോടെ അധ്യാപകരും ക്ലാസ് മുറിയും കൂടുതൽ സ്മാർട്ടാകുമെന്ന് ഉറപ്പായി. കടുപ്പമേറിയ ദാർശനിക തത്വങ്ങളെ ലളിതവൽക്കരിച്ച് അധ്യാപകർ. കടുപ്പമേറിയ ദാർശനിക തത്വങ്ങളെ ലളിതവൽക്കരിച്ച് അധ്യാപകർ. പാനൽ ചർച്ചയായും ചാനൽ വാർത്തയായും പ്രശ്നോത്തരിയായും ദാർശനിക തത്വങ്ങളെ പ്രകടിത രൂപങ്ങളായി അവതരിപ്പിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ ജാലകം എന്ന പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. 5-6 ഗ്രൂപ്പുകൾ വിജയികളായി. ഇവർക്ക് പ്രത്യേക സമ്മാനവും നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.